കായലോട് ആൾക്കൂട്ട വിചാരണ നടത്തി SDPIക്കാർ ചെയ്തിട്ടുള്ള സദാചാര ഗുണ്ടാ വിളയാട്ടം യഥാർത്ഥത്തിൽ SDPIയുടെ വികൃത മുഖമാണ് കേരളീയ സമൂഹത്തിന് മുമ്പാകെ ഒന്നുകൂടി തുറന്നു കാണിച്ചിട്ടുണ്ട്. കായലോട് ഒരു കാറിന് സമീപം ആൺസുഹൃത്തുമായി സംസാരിച്ചു നിൽക്കുന്ന പെൺകുട്ടിയെയും ഈ ആൺസുഹൃത്തിനെയും അവിടെ സാമൂഹ്യ വിചാരണ നടത്തി ആ വിചാരണയുടെ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ അപമാനിച്ച് ആ അപമാന ഭാരത്താലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആത്മഹത്യ ചെയ്യുന്നതിനിടയായിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്ന് പറയുന്നതിൻ്റെ കൂടെ ഈ വിധത്തിൽ അപമാനിച്ചിട്ടുള്ള SDPIക്കാരുടെ പേര് ഉൾപ്പെടെയുള്ള സൂചനകൾ ആ ആത്മഹത്യ കുറിപ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് ഈ സംഭവത്തിന് ശേഷം SDPIയുടെ 3 ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവർ റിമാൻഡിൽ കഴിയുകയാണ്. ഇതിൽ ആൺസുഹൃത്തിനെ 7 മണിക്കൂർ നേരമാണ്, 3 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് അയാളെ വിടുന്നത്. ഭീകരമായി തല്ലി, ഗ്രൗണ്ടിൽ കൊണ്ടുപോയി തല്ലി, SDPIയുടെ ഓഫീസിൽ കൊണ്ടുപോയി വിചാരണ ചെയ്ത് തല്ലി, ഭീകരമായി പീഡിപ്പിച്ചു. പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി, ഈ ആൺസുഹൃത്തിൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. എന്നിട്ടാണ് ഭീകരമായി പീഡിപ്പിച്ചിട്ടാണ് ഇവരെ വിട്ടുകൊടുത്തിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടായതിന് ശേഷം ആത്മഹത്യാക്കുറിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തത്. അതോടുകൂടിയാണ് സംഭവം പബ്ലിക് ഡൊമൈനിൽ വന്നത്. എന്നാൽ ഈ സംഭവത്തെ സംബന്ധിച്ച് SDPI നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൻ്റെ ഒരു സാമ്പിൾ ഞാനിവിടെ വായിക്കാം. ഈ റീസ് എന്ന് പറയുന്ന ആൺസുഹൃത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രചരണം, ആ ഫോട്ടോ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ആ പ്രചരണത്തിൽ പറയുന്നത്: ഇവനാണ് ആ സഖാവ് റഹീസ്. 40 പവൻ്റെ സ്വർണവും ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പണവും കൈക്കലാക്കിയ ആൺസുഹൃത്ത് എന്ന് പറയുന്ന DYFIക്കാരൻ പിണറായിയിലെ പ്രമുഖ DYFI പ്രവർത്തകനാണ്. CPMൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകളെ വശീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിലൂടെ പണവും ആഭരണവും അടക്കം തട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുക്കുന്ന ക്രിമിനലുകളിൽപ്പെട്ടവൻ. സഖാക്കളെ നിങ്ങൾ വീട്ടിൽ നിന്നും അകറ്റി നിർത്തുക. നിങ്ങളുടെ പെൺമക്കളും സഹോദരിമാരും ചതിക്കപ്പെടാതെ ഇരിക്കാൻ ജാഗ്രത പാലിക്കുക. ഇതാ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ്. അങ്ങനെയുള്ള സമാനമായിട്ടുള്ള നിരവധി പ്രചരണങ്ങളും പോസ്റ്റുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊന്നും രണ്ടുമല്ല, നിരവധി കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഒരു കൊടും പാതകം ചെയ്തിട്ട് ആ കൊടും പാതകത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഘട്ടത്തിലും ഗീബൽസിയൻ തന്ത്രം ഈ മതരാഷ്ട്രവാദികൾ എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ആ ഗീബൽസിയൻ തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാനിവിടെ ഈ സംഭവത്തിന് ഈ സ്ത്രീയുടെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയം നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത്. അത് പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ആ സംഭവമാണ് പ്രധാനപ്പെട്ടത്. രാഷ്ട്രീയം ഏതാണ് എന്നത് പ്രസക്തമല്ല. പക്ഷേ രാഷ്ട്രീയം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടല്ല ഞാനത് പറയുന്നത്. ഒന്ന് ഞാൻ പറയാം, ഇദ്ദേഹം ഒരു സംഭവം ഉണ്ടാകാനിടയായിട്ടുള്ള യഥാർത്ഥ വസ്തുത എന്താണ്,
ആ വസ്തുത SDPI പോലുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഒരു മതരാഷ്ട്രവാദത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായി പോലീസിൻ്റെ ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് സദാചാര ഗുണ്ടയായി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിഷയമാണ് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടത്. ഈ സദാചാര ഗുണ്ടാപ്പണി SDPIക്ക് മാത്രമല്ല, RSSനും ഉണ്ട്. SDPIയും RSSും ഇക്കാര്യത്തിൽ പല കാര്യത്തിലും എന്നതുപോലെ ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. എന്താ SDPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്താ? SDPIയും പോപ്പുലർ ഫ്രണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒറ്റൊരാളാണ്. ഈ രണ്ട് പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ അവരുടെ ലക്ഷ്യമായി പറഞ്ഞത് 2047 ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിക്കും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. അവരുടെ അടിസ്ഥാന സംഘടന എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടായിരുന്നു. അതിപ്പോൾ നിരോധിച്ചു. ഈ SDPIയും പോപ്പുലർ ഫ്രണ്ടും പറഞ്ഞ് എടുക്കുന്ന നിലപാടെന്താ? ആരോട് മിണ്ടണം, എങ്ങനെയൊക്കെ സ്ത്രീകൾ പൊതുവിടങ്ങൾ രീതികളും ഇതൊന്നും അതേ രീതിയിൽ പിന്തുടർന്നില്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ, ആ വിചാരണ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ശിക്ഷ, ആ ശിക്ഷ നടപ്പിലാക്കൽ, ഇങ്ങനെ വിചാരണയും ശിക്ഷയും ആ ശിക്ഷ നടപ്പിലാക്കലുമാണ് ഈ കാപ്പ് പഞ്ചായത്തുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ശിക്ഷ ഓരോ കുറ്റത്തിനും വ്യത്യസ്ത ശിക്ഷകളാണ്. ചാട്ടവാറടി, മരത്തിൽ കെട്ടിയടി, അതുപോലെ തന്നെ തലമുണ്ടനം ചെയ്ത് കഴുതപ്പുറത്ത് നടത്തിക്കൽ, അതോടൊപ്പം നാടുകടത്തൽ, ഭ്രഷ്ട്, ഏറ്റവും ഒടുവിൽ ഏറ്റവും പരമാവധി ശിക്ഷയായിട്ടുള്ള ദുരഭിമാന കൊല. ഇതൊക്കെ കാപ്പ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാറിൻ്റെ പിന്തുണയോടുകൂടി അവരുണ്ടാക്കിയ ഒരു പ്രത്യേകമായ പരിസരത്തിൽ കാപ്പ് പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്നതാണ്. വടക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ RSS എന്ന് പറയുന്നത് അവർ മതരാഷ്ട്രവാദികളാണ്. ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ലക്ഷ്യം. ആ ഹിന്ദുത്വ രാഷ്ട്രവാദികളായിട്ടുള്ള സംഘപരിവാറും RSSും കാപ്പ് പഞ്ചായത്തിലൂടെ എന്തൊക്കെയാണ് നടപ്പിലാക്കുന്നത്, അതേ കാര്യങ്ങൾ കേരളത്തിൽ SDPI നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇപ്പം അല്ല, കുറേ കാലമായി അവരെടുക്കുന്ന ഒരു സമീപനം അതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സമീപനം മതരാഷ്ട്രവാദികൾക്കെല്ലാം പൊതുവിൽ ഒരേപോലെ ബാധകമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ താലിബാൻ, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ചെയ്യുന്നത് എന്താ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സ്ത്രീകൾ ജീവിക്കേണ്ടത് എന്ന് ഫത്വ ഇറക്കിയിട്ടുണ്ട്. ബുർക്ക ധരിച്ച് മാത്രമേ സ്ത്രീകൾ പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി പാടുള്ളൂ. 8ാം ക്ലാസ് വരെ മാത്രമേ സ്ത്രീകൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി പാടുള്ളൂ. അതിനുശേഷം പഠിക്കണമെങ്കിൽ മദ്രസ പഠനം പ്രത്യേക സംവിധാനത്തോടെയാണ് പഠിക്കേണ്ടത്. ഒരു സ്ത്രീയെ പുരുഷനായ ഡോക്ടർ ചികിത്സിക്കുന്നുവെങ്കിൽ പുരുഷനായ ബന്ധുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ എന്നാണ് താലിബാൻ്റെ വ്യവസ്ഥ. സ്ത്രീയുടെ ശബ്ദം പരപുരുഷൻ കേൾക്കാൻ പാടില്ല. അങ്ങനെ കേൾക്കാൻ പാടില്ലാത്തതുകൊണ്ട് സ്ത്രീ പൊതുവിടങ്ങളിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. വീഡിയോ പ്രദർശിപ്പിക്കാൻ പാടില്ല. പൊതുവിടങ്ങളിൽ സ്ത്രീ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതിന് നിരോധനമാണ്. സ്ത്രീകൾക്ക് സഞ്ചാര നിയന്ത്രണമുണ്ട്. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സമയത്താണ് സ്ത്രീകൾ സഞ്ചരിക്കേണ്ടത് എന്നുള്ള നിയന്ത്രണം ഉൾപ്പെടെ താലിബാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സർക്കാർ ഓഫീസുകളിലും പൊതുവിടങ്ങളിലും സ്ത്രീകൾക്ക് ഒന്നിച്ച് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നിച്ച് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. എന്നാൽ താലിബാൻ മതരാഷ്ട്രമാക്കിയിട്ട് അഫ്ഗാനിസ്ഥാനെ മാറ്റിയതോടുകൂടി സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജോലി ചെയ്യുന്നതിനെതിരായിട്ടുള്ള നിലപാടാണ്
താലിബാൻ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഫത്വ ഇറക്കിക്കൊണ്ട് മതരാഷ്ട്രത്തിൻ്റെ ചിഹ്നങ്ങൾ എങ്ങനെയൊക്കെയാണോ സ്ത്രീയെ അടിച്ചമർത്തുന്നത്, ആ രീതിയിൽ അടിച്ചമർത്തിക്കൊണ്ട് ആണ് മതരാഷ്ട്ര സങ്കല്പം അവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെ ഏതെങ്കിലും സ്ത്രീകൾ ലംഘിച്ച അതിനെതിരായിട്ടുള്ള സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും സ്ത്രീകൾ ഇതിനെ ലംഘിക്കുന്ന നിലയുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കടുത്ത ശിക്ഷ, അതിന് പറ്റുന്ന ആൾക്കൂട്ട വിചാരണ, കടുത്ത ശിക്ഷ, ഇതൊക്കെ താലിബാൻ നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ താലിബാൻ്റെ മതരാഷ്ട്രവാദികളുടെ അതേ പതിപ്പാണ് ഇവിടെ SDP നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെ ഒരു വിഷയത്തിൽ മാത്രമല്ല. പോപ്പുലർ ഫ്രണ്ടും SDP കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് മുതൽ സ്ത്രീകൾക്ക് നേരെ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കൂട്ട ആക്രമണങ്ങളുടെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഒരു പെൺകുട്ടിയെ പുരുഷ സുഹൃത്തിനോട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ നടത്തി, ബന്ധുക്കളെ വിളിച്ചു വരുത്തി, അപമാനിച്ച് ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തി ആ കുട്ടിയെയും കുടുംബത്തെയും അപമാനിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൊലപാതകമാണ്. അതിനെതിരായിട്ട് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. SDP-ക്കാർ മനസ്സിലാക്കേണ്ടത് ഇത് താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനല്ല. കേരളം താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനല്ല. കേരളം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനമാണ്. നമ്മുടെ നാട് അംഗീകരിച്ച ജനാധിപത്യ ഭരണഘടനയാണ്. ഇവിടെ ഒരു നിയമസംഹിതയുണ്ട്. ആ നിയമസംഹിത ജനാധിപത്യ ഭരണഘടനയുടെ വിധേയമായിട്ടുള്ള നിയമസംഹിതയാണ്. അല്ലാതെ താലിബാൻ്റെ മതരാഷ്ട്രത്തിന് പറ്റിയിട്ടുള്ള നിയമസംഹിതയല്ല ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് SDP-ക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് പോലീസിൻ്റെ പണി സ്വയം സദാചാര ഗുണ്ടയായി രംഗത്ത് വന്നുകൊണ്ട്, സദാചാര പോലീസായി രംഗത്ത് വന്ന് ഇമാതിരി ഏർപ്പാട് ചെയ്യുന്നതിനെ ജനാധിപത്യ കേരളം അതിശക്തമായി അതിനെ അപലപിക്കണം, അതിനെതിരായിട്ട് രംഗത്ത് വരണം. ഇത് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമാണോ? ഒരു ഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ മതവിശ്വാസത്തെ ഉപയോഗിക്കുന്നു, അതുപോലെ ഇസ്ലാമിക രാഷ്ട്രവാദികൾ മതവിശ്വാസത്തെ ഉപയോഗിക്കുന്നു. മതവിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് താലിബാനിസമാണ് ഈ കൂട്ടർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനെതിരായി സമൂഹമാകെ ഒറ്റക്കെട്ടായി രംഗത്ത് വരണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ SDP കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് SDP. ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പോൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. മതരാഷ്ട്രവാദികൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് SDP നടപ്പിലാക്കുന്ന ഇമാതിരി സദാചാര ഗുണ്ടായിസത്തിന് കുറവ് വന്നതാണ്. കുറച്ച് കാലം മുമ്പ് കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും തലപൊക്കുകയാണ്. അതിൻ്റെ കാരണം ഈ മതരാഷ്ട്രവാദികളെ പിന്തുണക്കാൻ, അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി, SDP ആയാലും ശരി, ഈ മതരാഷ്ട്രവാദികളെ പിന്തുണക്കാൻ നേരത്തെ മുസ്ലിം ലീഗ് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ രാഷ്ട്രീയ നയം തന്നെ നിശ്ചയിക്കപ്പെടുന്നത് മതരാഷ്ട്രവാദികൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും B ടീമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസും അതിൻ്റെ കൂടെയാണ്. യഥാർത്ഥത്തിൽ UDF-ൻ്റെ ഭാഗമാക്കി മതരാഷ്ട്രവാദികളെ മാറ്റിയതോടുകൂടിയാണ് താലിബാൻ മാതൃകയിലുള്ള ഫത്വ ഇറക്കാനും താലിബാൻ മാതൃകയിലുള്ള സദാചാര ഗുണ്ടായിസം നടത്താനും ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് ധൈര്യം വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് അതിൻ്റെ നിലപാട് പറയണം.
ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് എന്താണ് കോൺഗ്രസിനൊന്നും പറയാനില്ലാത്തത്? കോൺഗ്രസ് നിലപാട് പറയണം. ഈ SDPIയുടെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സദാചാര ഗുണ്ടായിസത്തെ നിങ്ങൾ പിന്തുണക്കുകയാണോ? അതോ നിങ്ങളുടെ സഖ്യകക്ഷിയായതുകൊണ്ട് ഇതൊക്കെ നടന്നോട്ടെ എന്നാണോ കോൺഗ്രസ് ചിന്തിക്കുന്നത്? കോൺഗ്രസ് ഇതിൻ്റെ മേലെ അവരുടെ നിലപാട് പറയണം. പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ മേലെ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയണം. കണ്ടില്ലെന്ന് നടിക്കരുത്. ഇത് കേരളീയ സമൂഹത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ ജനാധിപത്യ സമൂഹത്തെ തകർക്കുന്നതാണ്. അതുകൊണ്ട് ജനാധിപത്യ കേരളമാകെ ഈ ഒരു സംഭവത്തിനെതിരായി ശക്തമായ രംഗത്ത് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നന്ദി. അവരുന്നയിച്ച ആരോപണങ്ങളെ അവരുടെ ആകുലതകളെ CPM പൂർണ്ണമായും തള്ളിക്കളയാണ്. അല്ല, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായാലും ആ സംഭവം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് SDPIക്ക് ആരാണ് അധികാരം നൽകിയിട്ടുള്ളത്? SDPI ആരാണ്? അവർ പോലീസിൻ്റെ പണിയെടുക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെയും ആൺസുഹൃത്തിനെയും ആൾക്കൂട്ട വിചാരണ നടത്തിയത് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആൾക്കൂട്ട വിചാരണ നടത്തുന്നത് തെറ്റാണ് എന്ന് പറയുന്നതല്ല ഈ സംഭവത്തിൻ്റെ കാരണം. ആൾക്കൂട്ട വിചാരണയാണ്. ആ ആൾക്കൂട്ട വിചാരണ നടക്കാനിടയായിട്ടുള്ള സാഹചര്യം എന്താ? അത് ഈ ആൾക്കൂട്ട വിചാരണ നടത്തുന്നവർക്ക് ഒരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥ മതരാഷ്ട്രവാദികളുടെ താലിബാനിസത്തിൻ്റെ മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് താലിബാനിസത്തിൻ്റെ മാനസികാവസ്ഥയിൽ കൈകാര്യം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ വഷളാക്കിയിട്ടുള്ളത്. ഒരു കുട്ടിയുടെ ജീവനാണ് ഇല്ലാണ്ടായത്. ആ ജീവൻ ഇല്ലാതായ സംഭവമാണ്. അല്ല, റഹീസിനെതിരായിട്ട് കൊടുത്ത പരാതി പോലീസ് അന്വേഷിക്കല്ലേ? അത് പോലീസല്ലേ അന്വേഷിക്കേണ്ടത്? CPM അന്വേഷണ ഏജൻസി അല്ലല്ലോ. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടിയുടെ ആത്മഹത്യക്കിടയായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ എന്തുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അപമാനഭാരത്താൽ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ അപമാനത്തിനിടയാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് SDPI ആണ്, അവരുടെ താലിബാനിസാണ്. അപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പോലീസ് അന്വേഷിക്കുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളും എല്ലാം അന്വേഷിക്കുമല്ലോ. അത് അന്വേഷിച്ചോട്ടെ. അന്വേഷിക്കുന്നതിൽ എന്താ തടസ്സം? ആ ചോദ്യത്തിൽ തന്നെ എന്താ പ്രസക്തി? CPMൻ്റെ അല്ല, അതിൽ SDPI ഉണ്ടാക്കുന്ന ഈ മതരാഷ്ട്രവാദികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നതാണ് ഭീതി ഉണ്ടാക്കലാണ്. ഈ പറയുന്ന ആൾക്കൂട്ട ഗുണ്ട സദാചാര പോലീസിൻ്റെ അക്രമത്തിൻ്റെ പിന്നിലെന്താ? നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ആരോട് മിണ്ടണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീതിയുണ്ടാക്കി തങ്ങളുടെ മതരാഷ്ട്ര കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സമൂഹമാണ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ചിലതിലുണ്ടായിന്ന് വരും. ഭീതിയല്ല ഇവിടെ പ്രശ്നം. എന്താ ഇവിടെ പ്രശ്നം? ഒന്ന്, ആ കുടുംബത്തെ അപമാനിച്ചു. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി, ആൾക്കൂട്ട വിചാരണ നടത്തി, അതിൻ്റെ ഭാഗമായി കുട്ടി ആത്മഹത്യ ചെയ്തു. ആ സംഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ കുടുംബത്തിന് അപമാനം ഉണ്ടാകുമായിരുന്നില്ല. ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ മേലെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാക്കുകൾ തന്നെ, ഇതിൽ നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? 40 പവൻ്റെ സ്വർണവും ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പണവും കൈക്കലാക്കിയ സുഹൃത്ത്. ആരിൽ നിന്ന് കൈക്കലാക്കിയെന്ന അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ധ്വനി എന്താണ്? ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ആരാ അപമാനിക്കുന്നത്? ഞങ്ങൾ CPM ആണോ? ഈ പോസ്റ്റ് ഞാനിവിടെ വായിക്കുന്നില്ല. അതെ, ഇതിൽ
ഇങ്ങനെ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് ആ കുടുംബത്തെയും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആ കുടുംബത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള പ്രചരണം വീണ്ടും വീണ്ടും നടത്തുകയാണ്. ആത്മഹത്യ ചെയ്ത കുട്ടിയെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ്, ആ കുടുംബത്തെ അപമാനിക്കുകയാണ്. അല്ല, അതൊന്നും എൻ്റെ വിഷയമല്ല. അല്ല, തീർച്ചയായിട്ടും അതൊക്കെ അന്വേഷണത്തിൽ വരിക. അത് ഞാൻ പറഞ്ഞല്ലോ. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് SDPI എടുക്കുന്നൊരു സമീപനമുണ്ട്. SDPI ഉൾപ്പെടെയുള്ള മതരാഷ്ട്ര നിലപാട് സ്വീകരിക്കുന്ന സംഘങ്ങൾ എടുക്കുന്ന സമീപനമുണ്ട്. ഭയപ്പെടുത്തി കീഴടക്കുക എന്നുള്ളതാണ്. ആ ഭയപ്പെടുത്തി കീഴടക്കൽ കേരളത്തിൽ നടക്കില്ല. ഭയപ്പെടുത്തി കീഴടക്കാൻ വേണ്ടി പലയിടങ്ങളിലും കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. അത് കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഇതിലുണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ആ സംഭവത്തെ വെച്ചുകൊണ്ട് ആ കുട്ടിയുടെ മരണമൊഴി, ആ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് മതിയല്ലോ. ആ കുട്ടി പറഞ്ഞതല്ലേ നാടെടുക്കേണ്ടത്. ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് SDPIക്കാർ നടത്തുന്ന പ്രചരണത്തിൻ്റെ പ്രായോജകരായിട്ട് നിങ്ങൾ ചിലർ വരരുത്. അത്രയേ ഉള്ളൂ. ഒരു CPM-ന്റെ അംഗം, ഒരു പാർട്ടി അംഗം ഉയർത്തുന്ന ഒരു ആരോപണം ഉയർത്തുമ്പോൾ ആ അംഗത്തിനൊപ്പം നിൽക്കുകയല്ലേ CPM ചെയ്യുന്നത്? അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം അല്ല, പാർട്ടി അംഗമായാലും ആരായാലും ഈ സംഭവം അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷിക്കേണ്ടെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഈ സംഭവത്തിൻ്റെ എല്ലാ വശങ്ങളും സ്വാഭാവികമായിട്ട് പോലീസ് അന്വേഷിക്കുമല്ലോ. അതിലെന്താ ആ പാർട്ടി അംഗത്തിന് എതിരായിട്ടാണ് ഞാൻ പറയുന്നതെന്ന് താങ്കൾക്ക് തോന്നാൻ കാരണം എന്താ? SDPIയുടെ നാവായിട്ട് താങ്കൾ സംസാരിക്കരുത്, അങ്ങനെ സംസാരിക്കരുത്. അല്ല, അതൊക്കെ അന്വേഷണത്തിൽ വരണ്ടല്ലേ. അല്ല, അതല്ല ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞല്ലോ അത് അന്വേഷിക്കേണ്ടെന്ന് KK രാഗേഷ് പറഞ്ഞോ? ഞാൻ അവർക്ക് ഒപ്പമല്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ആ ഉമ്മയുടെ മകള് മരിച്ചത് എന്തുകൊണ്ടാണെന്ന് ആ മകളുടെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ആൾക്കൂട്ട വിചാരണ നടത്തി എന്നെയും കുടുംബത്തെയും അപമാനിച്ചു. ഇന്ന ആളുകളാണ് അപമാനിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ജീവൻ ഒടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പിന്നെയും താങ്കൾക്ക് എന്താ സംശയം? ആ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ അതിൽ മറുവശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ. ഒരുപക്ഷെ നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ഉണ്ടയുമായിട്ട് വന്നിട്ടുണ്ടാവുക SDPIക്കാർ പറഞ്ഞത് ശരിയാണെന്ന് ധരിച്ചിട്ടായിരിക്കും. ഈ പറഞ്ഞ ആൾ CPM കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി വന്നായിരിക്കും. പക്ഷേ ആ സംഭവം പൊട്ടിപ്പോയി. അത് പൊട്ടിപ്പോയി. അത് CPMമായിട്ടൊരു ബന്ധമുള്ള ആളല്ല. അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ അത് പൊട്ടിപ്പോയി. ആർക്ക് പരാതി ഉന്നയിച്ച ആളല്ലല്ലോ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ആൺ സുഹൃത്തിൻ്റെ കാര്യമല്ലേ. ആൺ സുഹൃത്ത് CPM കാരനാണെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചത്? അല്ല, നിങ്ങളല്ല ഞാൻ പറഞ്ഞ SDPIയെ കുറിച്ചാണ്. അല്ല, നിങ്ങൾ SDPI എന്നല്ല, നിങ്ങൾ SDPIക്ക് വേണ്ടി പറയുന്നത് പോലെ പറയുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെന്ന് പൊതുവിൽ പറഞ്ഞത്. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. മാതാവ് പറഞ്ഞത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഞാൻ പലതവണ പറഞ്ഞല്ലോ. പിന്നെയും ആ കുടുംബത്തിൻ്റെ കൂടെയല്ല ഞങ്ങളൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എൻ്റെ ചോദ്യം. അത് ആർക്ക് വേണ്ടിയാണ്? അത് പോലീസ് അന്വേഷണത്തിൽ വരുമല്ലോ. അതിപ്പം ഞാൻ പറയേണ്ടതല്ലല്ലോ. അത് നിങ്ങൾക്കും കണ്ടെത്താലോ, നിങ്ങൾക്കും നോക്കാലോ. അല്ല, ഇത് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമല്ലല്ലോ. ഇതൊരു ഗുരുതരമായ ക്രൈം നടന്നിരിക്കുന്നു. ആ ക്രൈമിൻ്റെ മേലെ പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിന് പോലീസിന് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തി 3 SDPIക്കാരെ അറസ്റ്റ് ചെയ്ത് അവർ ജയിലിലാണ്. ആ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ്റെ മേലെ തുടർന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു വിവരങ്ങൾ പുറത്തു വരില്ലേ? മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരില്ലേ? ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്താ മറച്ചു വെക്കാൻ പറ്റുമോ? അത് പുറത്ത് വരണമല്ലോ. ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് സംശയം? പക്ഷേ ആ വിഷയം അല്ല യഥാർത്ഥത്തിൽ ആത്മഹത്യക്കിടയാക്കിയത് എന്താ?
ആത്മഹത്യക്കിടയാക്കിയത് ആ പെൺകുട്ടി എഴുതി വെച്ച കാരണം എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് ആ കുട്ടി എഴുതി വെച്ചത്. അതാണല്ലോ നമ്മൾ ഏറ്റവും ആദ്യം മുഖവിലക്ക് എടുക്കേണ്ടത്. ബാക്കിയുള്ളത് പല കാരണങ്ങളുണ്ടാവും, എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പോലീസ് നിഗമനത്തിലെത്തട്ടെ. അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം നാട്ടിൽ നടക്കുന്ന സദാചാര ഗുണ്ട ആക്രമണത്തെ നാം അംഗീകരിക്കണോ, പ്രോത്സാഹിപ്പിക്കണോ, അതിനെ എതിർക്കണോ എന്നുള്ളതാണ്. SDPI നടത്തി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് താലിബാനിസാണ്. SDPIയുടെ മതരാഷ്ട്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അണികളെ വിശ്വസിപ്പിക്കുന്ന താലിബാൻ ഇറക്കുന്ന ഫത്വകളാണ്. അതാണ് പ്രശ്നം. അല്ല, അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടല്ലേ അവർ 3 പേര് ജയിലിലായത്. അല്ലേ ജയിലാവില്ലല്ലോ. അല്ല, ഈ ക്രൈം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ക്രൈം ആർക്കും തടയാൻ കഴിയും. ആ ക്രൈം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ മേലെ എന്താ നിലപാടെടുക്കുന്നതിനുള്ളിലെ പ്രശ്നം. നാട്ടിൽ എന്തൊക്കെ ക്രൈം നടക്കുന്നുണ്ട്. ഇന്നയാൾ ഭരിക്കുന്നത് കൊണ്ട് ഒരാൾ വേറൊരാളെ തല്ലിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനെന്താ ഉത്തരം പറയാം? ക്രൈം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ നിയമം. അങ്ങനെയാണെങ്കിൽ നിയമം വേണ്ടല്ലോ. ഭരണകൂടം ഇല്ലാത്തൊരു സ്റ്റേറ്റായിട്ട് കേരളം മാറിയാൽ പോരെ. പോലീസ് വേണ്ട, നിയമം വേണ്ട, കോടതി വേണ്ട, ഒന്നും വേണ്ടല്ലോ. ആ ക്രൈമിൻ്റെ മേലെ ഒരു ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ ക്രൈമിൻ്റെ മേലെ ക്രൈം വന്നപ്പോൾ ഉടനെ തന്നെ നിലപാടെടുത്തു. 3 പേരെ അറസ്റ്റ് ചെയ്തു, 3 പേര് ജയിലിലാണ്. അപ്പോൾ ക്രൈമിൻ്റെ മേലെ കൃത്യമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഈ തീവ്രവാദികൾ എല്ലാ ഘട്ടത്തിലും ചെയ്യുന്നതാണ്. ഇപ്പോൾ കാശ്മീരിലെ പഹൽഗാമിൽ 26 മനുഷ്യരെ കൊന്നപ്പോൾ ഭീകരവാദികൾ പറഞ്ഞെന്താ? ഭീകരവാദികൾ കലിമ ചൊല്ലാനാണ് പറഞ്ഞത്. കലിമ ചൊല്ലാൻ അറിയാത്തവരെയാണ് വെടിവെച്ച് കൊന്നത്. കലിമ ചൊല്ലാൻ അറിയുന്ന ഒരാൾ കലിമ ചൊല്ലിയില്ല. അയാൾ ഈ ഭീകരവാദിൻ്റെ കയ്യിൽ നിന്ന് തോക്കെടുത്തിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ കലിമ ചൊല്ലാൻ അറിയാത്ത മുസ്ലിം അല്ലാത്ത ആളുകൾ വെടിവെച്ച് കൊല്ലുകയാണ് ഭീകരവാദികൾ. അതിനുവേണ്ടി ഭീകരവാദികൾ ഉപയോഗിക്കുന്ന എന്താ? മതത്തെയാണ്. ഇസ്ലാം മതം കലിമ ചൊല്ലാൻ അറിയാത്തവരെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാം മതം അന്യമത വിദ്വേഷം എവിടെയും പറഞ്ഞിട്ടുണ്ടോ? നിന്റെ അയൽക്കാരൻ വിശന്നിരിക്കുമ്പോൾ നീ നിറവേറ് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ നീ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം, അതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. യാ അയ്യു ഹന്നാസ് എന്നാണ് ഇസ്ലാം മതത്തിൻ്റെ മതം ജനങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലയോ മനുഷ്യരെ എന്നാണ്, അല്ലയോ ഇസ്ലാമേ എന്നല്ല. തനിക്കുള്ള വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം പാവപ്പെട്ടവന് സക്കാത്തായി നൽകണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം മതം. ആ ഇസ്ലാം മതത്തെ ഭീകരവാദികൾ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ആ ഭീകരവാദികൾ കലിമ ചൊല്ലാൻ അറിയാത്ത മുസ്ലിം അല്ലാത്തവനെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഭീകരവാദി മതത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കരുതി ആ മതം കുഴപ്പം ആയതുകൊണ്ടാണോ? അല്ല, ഭീകരവാദി മതത്തെ ഉപയോഗിക്കുന്നു. അങ്ങനെ മതത്തെ ഉപയോഗിക്കുമ്പോൾ ആ മതത്തിന് തന്നെ എതിരായിട്ടാണ് മതത്തെ ഉപയോഗിക്കുന്നത്. മതത്തിന് തന്നെ എതിരാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ SDPക്കാർ ചെയ്യുന്നത് എന്താ? യഥാർത്ഥത്തിൽ ഇതൊരു മതപ്രശ്നമാണോ? ഇതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല, ഇത് സദാചാര ഗുണ്ടായിസത്തിൻ്റെ പ്രശ്നമാണ്. ആ സദാചാര ഗുണ്ടായിസത്തിന് വേണ്ടി അവൻ മതത്തെ ഉപയോഗിക്കുന്നു, മതത്തെ മറയാക്കി വെക്കുന്നു. എങ്ങനെയാണ് ഭീകരവാദികൾ 26 മനുഷ്യരെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് മതത്തെ മറയാക്കിയത്, അതുപോലെ SDPക്കാരൻ ഇവിടെയും മതത്തെ മറയാക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ മതത്തെ മറയാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ മതവിരുദ്ധമായ നിലപാടാണ് SDPI എടുക്കുന്നത്. അത് SDPI മാത്രമല്ല, ഹിന്ദുത്വവാദികളും അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ടല്ലേ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്? മഹാത്മാഗാന്ധിക്ക് രാമഭക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. രാമനും റഹീമും ജോസഫും ഏകോദര സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാത്മാഗാന്ധി വെടിവെച്ച് കൊന്നത്. എന്താ ഹിന്ദു മതത്തിൻ്റെ കാഴ്ചപ്പാട്?
അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ ബ്രഹ്മമാകുന്നു, നീയും അതുതന്നെ, അല്ലേ? വസുദൈവ കുടുംബകം, ലോകമേ തറവാട്, അതാണ് ഹിന്ദുമതം മുമ്പോട്ടേക്ക് വെച്ചത്. അപ്പോൾ രാമനും റഹീമും ജോസഫും ഏകോദര സഹോദരങ്ങളാണ് എന്ന് വിശ്വസിച്ചതിന് വെടിവെച്ച് കൊല്ലുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ആ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ? മതത്തെ മറയാക്കി ഉപയോഗിക്കുകയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ചെയ്യുന്നത്. അതുപോലെ SDPIയും താലിബാനിസം നടപ്പിലാക്കുന്ന SDPIയും മതത്തെ മറയായിട്ട് ഉപയോഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ മതവിശ്വാസവും താലിബാനിസവും SDPI മുന്നോട്ടേക്ക് വെക്കുന്ന 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വെക്കുന്ന കാഴ്ചപ്പാടും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല. യെസ്, താലിബാനിസം നടക്കുന്നു ഞാനിടിയാ പറഞ്ഞത്. ആ താലിബാനിസം നടപ്പിലാക്കാനുള്ള ബോധത്തിൽ നിന്നാണ് ഇപ്പോൾ ഇമാതിരി സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നല്ലേ പറഞ്ഞത്. SDPIയുടെ താലിബാനിസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അല്ലാണ്ട് കേരളത്തിൽ താലിബാനിസം നടപ്പിലാക്കുന്നത് ഞാൻ പറഞ്ഞു. അത് SDPIക്കാർക്ക് ബാധകമായിട്ടുള്ളതാണ്, കേരളത്തിന് ബാധകമായിട്ടുള്ളതല്ല. ആ താലിബാൻ്റെ മതരാഷ്ട്രവാദികളുടെ മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്തരം അക്രമങ്ങൾ നടത്താൻ വേണ്ടി SDPIക്ക് കഴിയുന്നത്. കേരളത്തിൽ താലിബാനിസം എന്നല്ല. ഈ ബിഷപ്പ് പണ്ട് ഉത്തരം പറഞ്ഞ പോലെ പറഞ്ഞേക്കരുത്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ് കേരളം ഇങ്ങനെ നിൽക്കുന്നത്. എന്താ നിങ്ങൾക്ക് സംശയം? നിങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് പോയിക്കോ, ഈ കേരളം വിട്ട് നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഹിന്ദു ഉള്ള സ്ഥലത്ത് ഹിന്ദുവേ ഉള്ളൂ, മുസ്ലിം ഉള്ള സ്ഥലത്ത് മുസ്ലിമേ ഉള്ളൂ, ക്രിസ്ത്യാനി ഉള്ള സ്ഥലത്ത് ക്രിസ്ത്യാനിയേ ഉള്ളൂ. ആഭ്യന്തരമായി കേരളം, ഇന്ത്യ രാജ്യം മതാടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും പല അറകളായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ എന്താ അങ്ങനെ ഇല്ലാത്തത്? അങ്ങനെ ഇല്ലാത്തതിൻ്റെ കാരണം CPM പോലുള്ള അടിയുറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന, പുരോഗമന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യമാണ് കേരളത്തെ ഈ നിലയിൽ നിലനിർത്തുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടോ അതിൽ? പോരെ, ഇനി വേണം? കഴിഞ്ഞ അടുത്ത നിർത്തി. വേറൊന്നുമില്ലല്ലോ അല്ലേ?